ഹായ്, നമുക്കിന്നൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ പ്രഷർ കുക്കറിൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിത് ഗാർണിഷിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് തന്നെ കിസ്മിസും കൂടെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് അതേ എണ്ണയിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഏലക്ക, ഗ്രാമ്പു, പട്ട ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അതിൽ തന്നെ നമ്മൾ സവാള ആഡ് ചെയ്യുന്നുണ്ട്. സവാളയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഫുൾ ഗോൾഡൻ ബ്രൗണോ അങ്ങനെയൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഞാനൊരു പച്ചമുളക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതും കൂടെ സോട്ട് ചെയ്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം, ആ മെഷർമെൻറ്റിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല തിള വരുന്നൊരു വെയിറ്റ് ചെയ്ത ശേഷം കുക്കർ അടച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ. നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കിസ്മിസും കൂടെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈസി പ്രഷർ കുക്കർ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.